ഹായ് വെൽക്കം ടു അവർ ന്യൂ വ്ലോഗ് ഗൈസ്. അപ്പൊ നമ്മളെ ഇന്നത്തെ പ്രോഗ്രാം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിബനെ കൂട്ടിക്കൊണ്ടുപോൽ 7th മന്ത് കൂട്ടിക്കൊണ്ടുപോൽ പരിപാടിയാണ്. പോവാണ് ഗൈസ്. ഇനി ഇങ്ങോട്ട് കുറെ കാലം കഴിഞ്ഞിട്ട് വരും എന്നൊക്കെ പറഞ്ഞാ പോകുന്നത്. ഇനി ഇങ്ങോട്ട് വരുമ്പോ ഒഴിവ് പറഞ്ഞത് ഇനി നമ്മളെ ബേബി ആയിട്ട് ഹിബ ഇങ്ങോട്ട് വരാൻ ഇൻഷാല്ലാ അങ്ങനെ ആവട്ടെ അല്ലേ. അപ്പൊ നമ്മളെ പോകുമ്പോഴാനുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അല്ലേ. ഏകദേശം 12 മണിയായി. ഇനിയിപ്പോ ഡ്രസ്സ് മാറ്റി ഒരുങ്ങി സുന്ദരിയായി പോണം. പോവാണപ്പോ എനിക്ക് സങ്കടം ഉണ്ടാവില്ലെങ്കിൽ എന്താ ഗൈസ്, നിങ്ങൾ വിചാരിക്കും എനിക്ക് സങ്കടം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നാളെ അവളോളെ വീട്ടിൽ പോലെ നാളെ തന്നെ എന്നെ അവിടെ എത്തിക്കും. അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല, കാരണം ഞാൻ അവിടെ ആണ്, അവിടെ തന്നെ അവളെ എത്തിക്കും. അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറെ ആൾക്കാർ വരാണ്ട് നമ്മളെ ഫാമിലീസ് ഒക്കെ അവിടെ എത്തിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മാറ്റി കഴിഞ്ഞിട്ട് ബാക്കി എടുക്കല്ലേ. നമ്മളെ ഫസ്റ്റ് ഗസ്റ്റ് ഗൈസ്, അപ്പൊ നമ്മളെ വെല്ലിമച്ചി നമ്മളെ ഉമ്മന്റെ ഫാമിലീസ് ആണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത്. ഒരു ഹായ് പറയും അമ്മായി. ഉമ്മച്ചി ഒരു ഹായ് പറയും. മുത്തമ്മ ഒരു ഹായ് പറയും. അതാ നമ്മളെ റസിനമ്മ ഹായ് പറയും. അമ്മയുടെ ഹായ് പറയും. അമ്മയെ പോയി. അപ്പൊ നമ്മള് എന്താ പറയാ ഉമ്മന്റെ ഫാമിലീസ് ഇപ്പൊ വന്നോണ്ടിരിക്കാണ്. യെസ്. അപ്പോൾ ഇതാണ് നമ്മളെ വാപ്പ ഫാമിലി. എല്ലാവരും ഹായ് കൊടുക്ക്. താത്ത ഹായ് കൊടുക്ക്. റസിത്ത, ഇന്നോവ. അപ്പോൾ ഇവരാണ് എൻ്റെ വാപ്പൻ്റെ ഫാമിലി. അപ്പോൾ ഞാൻ നേരത്തെ ഉമ്മൻ്റെ ഫാമിലിയെ കാണിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ചോദിക്കില്ല വാപ്പൻ്റെ ഫാമിലി ഏതാണെന്നുള്ളത്. അതുകൊണ്ടാണ് വാപ്പൻ്റെ ഫാമിലിയെ കാണിച്ചിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ മാറ്റി കഴിഞ്ഞു ഗൈസ് അല്ലേ. ഇതാണ് കോസ്റ്റ്യൂം. അവിടെ വന്ന ടീംസൊക്കെ ഫുഡ് കഴിക്കുക. ഞാൻ ഒരു ഗ്യാപ്പ് ഇട്ടിപ്പോൾ ഇങ്ങോട്ട് വന്നതുപോലെ നമ്മളെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മളെ കോസ്റ്റ്യൂം, കൂട്ടിക്കൊണ്ടുവന്നതിൻ്റെ കോസ്റ്റ്യൂം. നൈസ്. ഇനി നമ്മളെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ രണ്ടേ. ഈ ഒരു നിമിഷത്തിൽ എനിക്ക് എന്താ പറയാനുള്ളത്? എന്ത് പറയാനാ ശിക്ക, ഞാൻ പോയി വരാം, അത്ര എനിക്ക് പറയാനുണ്ട്. ഒന്നും പറ്റുന്നില്ലേ? ഇടാണ്ട് ഇപ്പൊ ഒന്നും പറ്റുന്നില്ല. അവസ്ഥ അങ്ങനെ തന്നെയായിരുന്നു. എന്ത് ഒന്നും കേറൂല സമയത്ത്. അവസ്ഥ ഇടാണ്ട് ഒന്നും കേറില്ലല്ലേ. നമ്മളറിയില്ല. ഇപ്പൊ ഓരോ വിരലും തടിക്കുന്നു. കൊറേ നേരം ഓരോ നിട്ടത് ഒന്നും പറ്റുന്നില്ല. മോതിരൊന്നും പറ്റുന്നില്ല കേട്ടോ. അതിന് എല്ലാം ഉണ്ട്, പറ്റുന്ന മാത്രം കേട്ടോ. ക്രീം ഇട്ടിട്ട് ഒരു കളറാ. അവിടെ ഫുഡ് കഴിച്ചോ ടീംസ് ഒക്കെ? ഇല്ലല്ല. അപ്പൊ ഞാന് ഒന്നുകൂടി മധുരട്ടി കൊടുക്കാൻ പോവാ. ഒന്നുകൂടി മധുരട്ടി കൊടുക്കട്ടെ. ഇതിങ്ങനെ ടൈറ്റാക്കി വലിച്ചാൽ മതിയോ? നിങ്ങടെ അപ്പൊ ഞാൻ രണ്ടാം വർഷം ഇപ്പൊ കെട്ടി കൊടുക്കുന്നത്. ഈ സാധനം തന്നെ വേണമെങ്കിലും മാറ്റി മാറ്റി കെട്ടിത്തരാം. പുതിയ വാങ്ങിച്ച് കെട്ടിത്തരില്ല. ഞാൻ തട്ടമുത്ത് വെച്ച് അവിടെ നോക്ക് ഈ ഇടുന്നത്. അങ്കിടണോ? ഇടണോ? ഹിബനെ കൂട്ടാൻ വേണ്ടി ഹിബന്റെ റിലേറ്റീവ്സ് ആയിരുന്നു വന്നത്. സത്യം പറഞ്ഞാൽ ഈ ഒരു ചടങ്ങായത് കൊണ്ടാണെന്ന് അറിയില്ല, ഭയങ്കര നേരത്തെ ആയിരുന്നു എല്ലാവരും വന്നത്. ആ ഒരു സമയത്തായിരുന്നു ഹിബ മാറ്റാൻ പോയത്. പിന്നെ ഹിബ മാറ്റുന്നവരെ കാതൊന്നും ഓരോ പോസ്റ്റ് ആക്കാണ് വിചാരിച്ചിട്ട് അവൾക്കുള്ള ഫുഡൊക്കെ നേരത്തെ തന്നെ വിളമ്പി. അങ്ങനെ അവർ കഴിച്ചതിന് ശേഷം എൻ്റെ ഉമ്മന്റെ സൈഡിൽ നിന്നും വാപ്പന്റെ സൈഡിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു. അപ്പൊ എല്ലാവരും കൂടി ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. ഇവിടെ കൂട്ടിക്കൊണ്ടിട്ട് വന്നിട്ട് ആൾ കുറച്ചേരം പോസ്റ്റ് നടക്കുന്നത്. അവിടെ കഥ പറഞ്ഞ് ഫുഡ് കഴിച്ചില്ലായിരിക്കുക. ഫുഡൊക്കെ കഴിച്ചേ. ഞാൻ എത്ര ദിവസമായി ഒരു മൈലാഞ്ചി കൊണ്ട് നടക്കുന്നത്. എൻ്റെ മൈലാഞ്ചി ചോപ്പൊക്കെ പോയി. കാണിച്ചെടുക്കെന്ന് പറഞ്ഞിട്ട് എത്ര ദിവസം പിന്നാലെ കിടക്കുന്നത്. ഡെയിലി കേട്ടോ, 3 ദിവസം പെട്ടിച്ചതാ. ഡെയിലി അത് ചോപ്പിക്കാൻ വേണ്ടിട്ട് രാത്രി കിടന്നിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്തിടും. കളർ പോകുന്നില്ല, ഞാൻ വീണ്ടും ചോപ്പിക്കൂ. അതായത് അതിന്റെ മോൾ കൂടി പിന്നെ ഇട്ടിട്ട് ചോപ്പിക്കൂ. കൈന് ഇല്ല, അത് ഫുള്ള് പോയി. ഇനിയിപ്പോ ചോപ്പിക്കാൻ സമയമില്ല. ഫുഡ് കഴിച്ചോ? ഫുഡ് കഴിച്ചില്ലേ? വിളിക്കൂലേ എല്ലാരും വിളിക്കൂലേ? കണ്ടൂടെ? പോയി ചോദിക്കല്ലോ, ഓളാണത്. ഞാനല്ലോ വല്ലൂർ പോയിട്ട് ഞാൻ വട്ടം. നിങ്ങളെ മോനല്ലേ, ഞങ്ങളെ മരിയോളാണത്. മോനെ കാണലുണ്ട്. മോന്റെ അന്നാരോട് പറഞ്ഞു കൊടുക്കണ്ടോ, എനിക്കറിയാലോ. അതന്നെ. കുറച്ചുകൂടെ
വീട്ടിൽ നല്ല പ്രഷറ് ചൂടാക്കി കുട്ടികൾ ഭക്ഷണം പ്രത്യേകം ദുആ ചെയ്യുന്നു. എല്ലാ പോവാ നമുക്ക് പോവാ കുറച്ച് കണ്ട് കാണാം. അവൾക്ക് ഇരുന്നല്ലോ മൂന്നാൾക്ക് 7 സീറ്ററല്ലേ. ശരി പെണ്ണുങ്ങൾ വരുമെന്ന് അറിയാനോ പിന്നെ അങ്ങനെ നമ്മളൊന്നും അപ്പോൾ ഇവനെല്ലാവരും കൂട്ടിക്കൊണ്ടുപോയി. ഓളെ വീട്ടിൽ നിന്നും ഓലെ ഫാമിലി 5 ആൾക്കാർ വന്നിരുന്നു. അപ്പോൾ ഓലപ്പുറം പോയി. എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ടായിരുന്നു. എൻ്റെ അമ്മൻ്റെ വാപ്പൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഇപ്പോൾ എല്ലാവരും ഒന്ന് വന്നത്. അപ്പോൾ അതിൻ്റെ ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇതാ വല്യമ്മച്ചിനൊക്കെ വീട്ടിലായി കൊടുത്ത് അങ്ങനെ 2-3 ആൾക്കാരെ വീട്ടിലായി കൊടുത്തിട്ട് ഞാൻ ഇപ്പോൾ ഹിബൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. നമുക്ക് അവിടെ എത്തിയിട്ട് കുറച്ച് ഷൂട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓരോ സാധനങ്ങളൊക്കെ ഞാൻ ഈ കാറിലാണ് വെച്ചത്. അപ്പോൾ 2-3 ഷൂട്ടും ഫോട്ടോസൊന്നും നമ്മൾ എടുത്തില്ല. അപ്പോൾ ഞാൻ വിചാരിച്ച് അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാം, അതേമാതിരി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയതാ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ വൈകുന്നേരം ഇപ്പോൾ ഒരു ഫോട്ടോഷൂട്ടിന് ഇറങ്ങിയതല്ലേ. നമ്മൾ ഹിബൻ്റെ വീടിന് അടുത്തുള്ള സ്ഥലമാണ്. നമ്മൾ സ്ഥിരമായിട്ട് വരുന്ന ഒരു സ്പോട്ട്. അതെ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോകുന്ന വഴിയുണ്ട്. അത് കണ്ടിട്ട് ബാക്കിലുള്ള സാധനങ്ങൾ കണ്ടിട്ട് നല്ല ബാക്ക്ഗ്രൗണ്ട് അല്ലേ. അപ്പോൾ നമ്മൾ പരിപാടി കഴിഞ്ഞിട്ട് നമുക്കൊരു വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിട്ട് പറ്റിയില്ല. തിരക്കിൻ്റെ ഇടയിൽ വീഡിയോഗ്രാഫറെ ഞാൻ കാണിച്ചിരുന്നു. അപ്പോൾ വീഡിയോഗ്രാഫറൊക്കെ ഉണ്ട്, പക്ഷെ നമുക്ക് സമയം കിട്ടിയില്ല. അപ്പോൾ ഇപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് നമ്മളൊന്ന് ഇവിടേക്ക് വന്നതാ. അപ്പോൾ അത്തോടെയുള്ള ഒരു പോയിന്റ് അടുത്തേക്ക് വന്നാ അല്ലേ, കുഞ്ഞേക്കാട് പോയിന്റ് അടുത്ത് വന്നാ. അന്ന് എടുത്താൽ ഇവിടെ ഒരാൾ ഭയങ്കര ഷൂട്ടിലാണ്. അവിടെ ക്യാമറമാൻ ഇതാ അവിടെ എടുക്കുന്ന അവളെ കൂട്ടിക്കൊണ്ടത് കഴിഞ്ഞ് നേരെ നമ്മൾ ഷൂട്ടിന് വന്ന കേട്ടോ. കാരണം നമുക്ക് അവിടുന്ന് കുറേ ആൾക്കാരെയും കൊണ്ട് എടുക്കാൻ പറ്റില്ല. പിന്നെ പറ്റിയ ലൊക്കേഷൻ ഇല്ലായിരുന്നു. അപ്പോൾ അവളെ വീട്ടിൻ്റെ അടുത്താകുമ്പോൾ നല്ല അടിപൊളി ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം. ഉള്ളൊരു പോയാണ്. അപ്പോൾ അവിടെ ആകുമ്പോൾ നല്ല സെറ്റ് സ്ഥലം കൊണ്ട് ഇങ്ങോട്ട് വന്നു.